ലഹരിയിൽ തകർന്നു പോയ ജീവിതം തിരികെ പിടിക്കാൻ ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് താങ്ങാവുകയാണ് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ദീപു. മദ്യപാനം തകർത്ത ജീവിതത്തിൽ നിന്ന് തിരിച്ചുവന്ന ദീപു ഇപ്പോൾ ലഹരി മുക്തി ആഗ്രഹിക്കുന്നവരുടെ വഴികാട്ടിയായി മാറിയിരിക്കുന്നു. ദീപുവിന്റെ സഹായത്തിൽ ലഹരി മുക്തി നേടി നിരവധി പേരാണ് ഇന്ന് സാധാരണ ജീവിതം നയിക്കുന്നത്. റിപ്പോർട്ട് കാണാം. നാല് വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നില്ല ദീപുവിന്റെ ജീവിതം. ഉറക്കമെഴുന്നേറ്റാൽ ദീപുവിന് കൈവിറയ്ക്കും. പിന്നെ മദ്യപിക്കണം. അതിനായി എന്തു ചെയ്തും പണം ഒപ്പിക്കും. പണം തികയാതെ വരുമ്പോൾ വൈഫിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ, പിന്നെ പുറത്തുനിന്നൊക്കെ കടം വാങ്ങി ഒരുപാട് പൈസ കടം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ആളുടെയും തന്നെ പണം കടം വാങ്ങുന്ന ഒരവസ്ഥയിലോട്ടെത്തി. 2014 മദ്യം ദീപുവിനെ തകർക്കാൻ തുടങ്ങിയത്. ആദ്യം ചെറിയ അളവിൽ തുടങ്ങി. പിന്നെ മദ്യമില്ലാതെ ഒരു നിമിഷം മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയായി. ആദ്യമൊക്കെ വളരെ ചെറിയ രീതിയിൽ ഒരു 2 പെക്കൊക്കെ ഒരു ദിവസം കഴിക്കും. പക്ഷെ പിന്നീടായപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ അളവ് കൂടി വന്നു. 2 എന്നുള്ള 4 ആയി, 5 ആയി. പിന്നെ 5 കഴിച്ചാലും മതിയാകുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലോട്ടൊക്കെ എത്തി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ എനിക്ക് പിന്നെ മദ്യമില്ലാതെ കിടക്കാൻ നമ്മൾ എണീക്കാൻ പോലും പറ്റില്ല. കാരണം ശക്തമായ വിറയൽ, അതിൻ്റെ വിഡ്രോവൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. മദ്യത്തിന് അടിമപ്പെട്ടതോടെ ജോലി നഷ്ടമായി. കുടുംബം സാമ്പത്തികമായി തകർന്നു. വീടും സ്ഥലവും ജപ്തി ഭീഷണിയിലായി. അപ്പോഴും മദ്യം മാത്രമായിരുന്നു ദീപുവിന് ആവശ്യം. ഭീമമായ കടം, കാരണം വസ്തു ലോൺ ഉണ്ടായിരുന്നു. അത് 15 ലക്ഷം രൂപയോളം ജപ്തിയിലായി. വീട്ടിൽ ആഹാരം എന്ന് പറയുന്നത് ഇല്ലാത്തൊരവസ്ഥയിലോട്ട്. വൈഫിന് ഒരു ചെറിയ ജോലിയുണ്ട്. പക്ഷെ ആ ജോലിക്ക് കിട്ടിയ 10-15 രൂപ കിട്ടിയോണ്ട് മാത്രം ആകത്തില്ല. അപ്പോൾ അതിൽ നിന്നൂടെ ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കുടിക്കാനായിട്ടുള്ള രീതിയിലോട്ടൊക്കെ ആയപ്പോഴാണ് മൊത്തം പ്രശ്നം. അയൽവക്കത്തു നിന്നൊക്കെ കടം വാങ്ങി കുടിച്ച അവസ്ഥയാണ്. ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ദീപു ജീവിതത്തിലേക്ക് തിരികെ വന്നത്. ലഹരി ഉപേക്ഷിക്കാൻ ദീപു ആഗ്രഹിച്ചപ്പോൾ കുടുംബം ഒപ്പം നിന്നു. ഞാൻ വൈഫിനോട് തന്നെ പറഞ്ഞു, എനിക്കിവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വൈഫുമായിട്ട് ആരെ അറിയിക്കാതെ ആ ഡീഅഡിക്ഷൻ സെൻറ്ററിൽ ചെല്ലുകയാണ് ഉണ്ടായത്. 31 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് അതെല്ലാം കഴിഞ്ഞു. 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പം പയ്യെ ജോലിയായി. അപ്പം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു, കുടുംബം പുലർത്തുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്. ലഹരിമുക്തി ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് വഴികാട്ടിയാണ് ദീപു. നമ്മൾ മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോരാ. കാരണം മറ്റൊരു മദ്യപാനിയും കൂടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിലൂടെ തന്നെയാണ് നമ്മുടെ നിലനിൽപ്പ് നിൽക്കുന്നത്. 1-2 പേരെയൊക്കെ ഞാൻ വീണ്ടും ആ ഡീഅഡിക്ഷൻ സെൻറ്ററിൽ പോയി അവരുടെ കൂടെ നിന്ന് അവരെയൊക്കെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഇന്നത്തെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ലഹരി എന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടക്കാൻ ദീപുവിനെ സഹായിച്ചത് ദീപുവിൻ്റെ കുടുംബമാണ്. ഇന്ന് ആ വെളിച്ചത്തിലേക്ക് ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ ദീപു കൈപിടിച്ച് നടത്തുന്നു. ദീപു ഒരു മാതൃകയാണ്. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന മാതൃക. ക്യാമറ പേഴ്സൺ ജിത്തുവിനൊപ്പം റാഫി കരീം, 24 കോട്ടയം. എന്തായാലും അനുജ, ദീപുവിനെ പോലുള്ള ആൾക്കാർ ഉണ്ടാകട്ടെ. തീർച്ചയായും ഇതിന്റെ ദോഷഫലം എന്തോ എന്ന് സ്വയം തിരിച്ചറിഞ്ഞ ഒരാളാണ് ദീപു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.